ഹലോ. അപ്പോൾ ഇതാ ഇന്ന് കാണിക്കുന്നത് നമ്മൾ ദുബായിൽ എമിറേറ്റ്സ് മാളിൽ ജസ്റ്റ് ഒന്ന് പോയായിരുന്നു. അപ്പോൾ വേറെ ഒന്നിനുമല്ല, ജസ്റ്റ് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനും പിന്നെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പർച്ചേസും കാര്യങ്ങളും, അങ്ങനെ ഓഫേഴ്സ് നോക്കിയിട്ടുള്ള ചെറിയ ചെറിയ പർച്ചേസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. മെയിനായിട്ട് ഇപ്പം മാളുകളിൽ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, പുറത്തിവിടെ 48-49 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുമായിട്ട് വീക്കെൻഡ്സിൽ ഒന്ന് നമുക്ക് നടക്കാനും, അവരെ ഒന്ന് ഫ്രീ ആയിട്ട് നടക്കാനും, എല്ലാത്തിനും വേണ്ടിയിട്ടൊന്ന് നടക്കാനാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. അപ്പം നമ്മൾ എമിറേറ്റ്സ് മാളിലാണ് വന്നിരിക്കുന്നത്. ദുബായ് എമിറേറ്റ്സ് മാളിൽ നമ്മുടെ വർസാനിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. എന്താണേലും നമ്മൾ എമിറേറ്റ്സ് മാളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സ്കീ ദുബായ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അപ്പോൾ അവർ കണ്ട കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്നോ വേൾഡ്, ഒരു സെറ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടിക്കറ്റ് റേറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഒരുപാട് പേര്, അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടാണ് അവിടെയുള്ള ഓരോ ആക്ടിവിറ്റീസ്. എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് അവിടെ സ്കേറ്റിങ്ങും അതുപോലെയുള്ള സ്നോയിൽ കൂടെയുള്ളിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസും അതും ഇതും ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എമിറേറ്റ്സ് മാളിലെ സ്കീ ദുബായ് വിശേഷങ്ങൾ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, സാറയുടെ ഫേവറേറ്റ് ഏരിയയിലേക്ക് പോയി. ആ സ്കീ ദുബായിയുടെ എൻട്രൻസിൽ വെൽക്കം ടു സ്കീ ദുബായ് എന്ന് കണ്ടല്ലോ, അപ്പോൾ അവിടെ എൻട്രൻസിൽ കുറച്ച് സംഭവങ്ങൾ വെച്ചിരിക്കുന്നു. അപ്പോൾ സാറായ്ക്ക് എന്തായാലും അവിടെ നിന്ന് മാറാനായിട്ട് തോന്നിയില്ല. കാരണം കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ തോന്നുന്ന ഒരു സംഭവമാണല്ലോ ഇത്. അപ്പോൾ അതിനെ കളിപ്പിക്കുകയും വായിൽ പിടിക്കുകയും കൊമ്പിൽ പിടിക്കുകയും അതിനെ തടവുകയും ഒക്കെ ചെയ്ത് സാറ നല്ല ക്യൂട്ടായിട്ട് അതിനെ കൊഞ്ചിപ്പിച്ചുകൊണ്ടിരുന്നു. കാരണം അത് നോക്കാനായിട്ട് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളത് റഫായിട്ട് അതിനെ അടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ക്യൂട്ട്നെസ് കൂടിയിട്ട് കുട്ടികൾ ഇടിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരുത്തൻ വന്നിട്ടുണ്ട്, അവനിതാ അതിൻ്റെ മുഖത്തിന് നോക്കി ഒരു അടി കൊടുത്തു. അപ്പോൾ സെക്യൂരിറ്റി ഓടി വന്ന് അവനെ പേടിപ്പിക്കുകയാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അവരിതാ പേടിച്ചോടുകയാണ്. ഇങ്ങനെ കുട്ടികൾ വന്നിട്ട് അതിനെ അതിൻ്റെ ഓൾറെഡി കംപ്ലൈൻറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മളിതാ എമിറേറ്റ്സ് മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത നമ്മുടെ സംഭവം എന്ന് പറയുന്നത് ഡിന്നർ. അപ്പോൾ സാധാരണ നമ്മൾ വീക്കെൻഡ്സിൽ ഫ്രൈഡേ സാറ്റർഡേ ഇതിലേതെങ്കിലും ഒരു ദിവസമായിരിക്കും പുറത്തുനിന്ന് ഡിന്നർ കഴിക്കുക. അപ്പോൾ സാറ്റർഡേ കഴിക്കുകയാണെങ്കിൽ ഫ്രൈഡേ പുറത്തുനിന്ന് കഴിക്കാൻ വലിയ മൂഡുണ്ടാവില്ല, ഫ്രൈഡേ ആണെങ്കിൽ സാറ്റർഡേ വലിയ മൂഡുണ്ടാവില്ല. ഇപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടിൽ തന്നെയാണ്, കിസൈസിൽ നമ്മുടെ അറേബ്യൻ മജ്ലിസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മയണൈസൊക്കെ കൂട്ടിയിട്ടുള്ള മന്തി കിട്ടും. അപ്പം നാട്ടിലെ അസെയിം രീതിയിലുള്ള മന്തി, അറബിക് മന്തിയല്ല, നമ്മുടെ നാട്ടിലെ രീതിയിലുള്ള മന്തി കിട്ടും. അപ്പം ഏറ്റവും ആദ്യം അവർ തന്നത് നല്ല അടിപൊളി മട്ടൻ സൂപ്പായിരുന്നു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഹണി ഗ്ലേസ്ഡ് ചിക്കൻ. അതെനിക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇക്കാക്ക് അതിനോട് വലിയ താല്പര്യമില്ല. പിന്നെ ഇക്ക പറഞ്ഞത് ഒരു ബീഫ് മന്തിയായിരുന്നു. അപ്പം ഞാൻ ഹണി ഗ്ലേസ്ഡ് മന്തിയും ബീഫ് മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് കുറച്ച് ഹണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ വറ്റൽമുളകൊക്കെ അരച്ച് ചേർത്തിട്ട് സ്പൈസി ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.